ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖത്തിലേക്കാണ്. 16 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിവിധോദ്ദേശീയ എല്ലാ കാലാവസ്ഥയും ഹരിത തുറമുഖമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അകലെ ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമായി മാറിയിരിക്കുകയാണ്. കൂടാതെ ഒരു അന്താരാഷ്ട്ര കടൽപാതയോട് നേരിട്ട് ചേർന്നുള്ള ഏക ഇന്ത്യൻ തുറമുഖം എന്നത് തനത് സ്ഥാനം വഹിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖവും ലോകത്തിലെ 3ാമത്തെ ആഴമേറിയ തുറമുഖവുമാണ്. ഈ തുറമുഖത്തിൻ്റെ സ്ഥാനം ഒരു പ്രധാന നേട്ടം നൽകുന്നു. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, തെക്കുകിഴക്കൻ ഏഷ്യ, ഫാർ ഈസ്റ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന കിഴക്കൻ പടിഞ്ഞാറൻ ഷിപ്പിംഗ് ചാനലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തുറമുഖത്തിന് 24 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. ഇത് ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യകത ഇല്ലാതാക്കും. ഇന്ത്യൻ തീരപ്രദേശത്തുള്ള തുറമുഖത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം കിഴക്കൻ പടിഞ്ഞാറൻ തീരങ്ങളിലെ മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് സമാനതകളില്ലാത്ത പ്രവേശനം നൽകുന്നു. തുറമുഖത്തിൻ്റെ ബ്രേക്ക് വാട്ടർ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയതും നീളമേറിയതും. വാട്ടർ ലൈനിന് 7.5 മീറ്റർ ഉയരവും വാട്ടർ ലൈനിന് 22 മീറ്റർ താഴെയുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 3.2 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തെ 2ാമത്തെ വലിയ ബ്രേക്ക് വാട്ടർ കൂടിയാണിത്. സീപോർട്ടിൻ്റെ സ്ഥാനം ഒരു അന്താരാഷ്ട്ര ഷിപ്പിംഗ് ചാനലിന് സമീപം സ്ഥിതി ചെയ്യുന്നതിനാൽ ആഗോള വ്യാപാര റൂട്ടുകളിലേക്കുള്ള കണക്ഷനുകളും സുഗമമാക്കുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മറ്റ് തുറമുഖങ്ങളിലേക്കുള്ള നിലവിലുള്ള ചരക്ക് നീക്കത്തെ സ്വാധീനിപ്പിക്കുമെന്നും ട്രാൻസ്ഷിപ്മെൻറ്റിന് സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. അവിടുത്തെ ലേലവിളിയും കാര്യങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. നമ്മളിപ്പോൾ വിഴിഞ്ഞം ഹാർബറിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ സുഹൃത്ത് പാപ്പു ലിയോ ഇന്ത്യയുടെ ആദ്യത്തെ മദർ പോർട്ട് വന്നിട്ടുണ്ട്. അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമുക്കത് കാണിച്ചു തരാം. ഇന്ത്യയുടെ മദർ പോർട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും വലിയ ഹാർബറായ വിഴിഞ്ഞത്ത്, ഇപ്പോൾ പോർട്ടൊക്കെ വന്ന് വിഴിഞ്ഞത്ത് ലേലം, അതായത് മീൻ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന് വരും. ഇവിടെ നിന്നാണ് ലേലം വിളിച്ച് ആൾക്കാർ നമ്മുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലേക്കും ചെറിയ ചെറിയ ആൾക്കാർ പിന്നെ മീൻ വിൽക്കാൻ വരുന്ന വീടുകളിലേക്ക് ആൾക്കാർ വരത്തില്ലേ, അവിടെ ഇവിടെ നിന്നാണ് മീൻ കൊണ്ട് നമുക്ക് കാണാം. ലേലം വിളി നമുക്ക് കാണാം. ഇവിടെ നിറയെ ആളുകളാണ്. നമ്മളവിടെ കയറി വഴി ബ്ലോക്ക് ചെയ്തു. നിറയെ ആളുകളാണ്. ഇത് കണ്ടില്ല, വണ്ടികളിലൊക്കെ ആയിട്ട് കൊണ്ടുപോവാണ്. നമുക്ക് കാണാം, താഴേക്ക് ഇറങ്ങിയിട്ട് ലേലം വിളിക്കുന്നത് കാണാം, മീനിനെ കാണാം. ഓക്കെ, കണ്ടില്ല, ഇതെല്ലാം വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള മീനാണ്, ലേലം വിളിക്കാൻ വേണ്ടിയുള്ള. നീണ്ട മീൻ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കുണ്ട്. എല്ലാം പെട്ടിയിൽ അയച്ചിട്ടുകൊണ്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകണ്ട. നൊത്തോലി ചാകരയാണ് ഗായ്സ്. നൊത്തോലി
നമുക്ക് നടന്ന് കാണാം. മീനിനെ വാരിക്കൊണ്ട് വരികയാണ്. മീനിന്റെ കളറാണ്. ഇവിടെ കണവയ്ക്ക് വേണ്ടി പ്രത്യേകം കാത്തി എന്ന് പറയുന്ന മീനാണെന്നാണ് പറയുന്നത്. നേരം വിളിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ 2:45 സമയം. നമ്മൾ ഈ സമയത്ത് വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ലേലം വിളി തന്നെയാണ്. ലേലം വിളിയൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ഇന്ന് അവധി ദിവസം കൂടെയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. പക്ഷെ വിഴിഞ്ഞത്തെ തിരക്ക് ഒഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ പോർട്ട് കാണുന്നുണ്ട്, നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നാളെ അവധിയും കൂടെ ആയിട്ട് ഫങ്ഷൻസൊക്കെ മീൻ വാങ്ങിക്കാൻ പറഞ്ഞവരുണ്ട്, ഓരോ വീട്ടിലത്തേക്ക് മീൻ വാങ്ങിക്കാൻ പറഞ്ഞവരുണ്ട്. അതേപോലെ ലേലം വിളിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. ചെറുകിട നമ്മളെ ചേച്ചിമാരൊക്കെ അമ്മമാരൊക്കെ മീൻ കൊണ്ട് വിൽക്കത്തുള്ളൂ, അതിനെടുക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനിടയിൽ ഒരുപാട് കിടന്ന് ചാടാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടി രാവിലെ പോയിട്ടൊക്കെ വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഇവിടെ മൊത്തം കണവ സെക്ഷനാണ്. അതായത് കൂന്തൽ എന്നൊക്കെ പറയും. ഇവിടെ നല്ല നല്ല തിളങ്ങുന്ന കണവയാണ്. നല്ല ഇപ്പം ലൈവാണ്, ശ്രദ്ധിച്ചത് ലൈവാണ്. ലൈവ് കണവയാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം കണവ കൊഞ്ച്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഒരു 100 കണക്കിന് ആളുകൾ മീൻ കടലിൽ നിന്ന് കൊട്ടയിലാക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ ഇട്ട് ലേലം വിളിച്ച് വിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഓരോ സെക്കൻഡിലും ഓരോ കൊട്ട മീൻ വരുന്നുണ്ട്. അതപ്പോൾ തന്നെ ലേലം വിളിച്ച് പല ആളുകളും കൊണ്ടുപോകുന്നുണ്ട്. ഷോപ്പിലേക്കും ചെറുകിട വ്യവസായികളൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിന് കുറച്ച് മുകളിലായിട്ട് കുറേ അമ്മമാരിരുന്ന് മീൻ വിൽക്കുന്നുമുണ്ട്. നല്ല ഫ്രഷ് മീൻ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല ഫ്രഷ് മീൻ, അതായത് ഐസൊന്നും ഇടാത്ത പിടിച്ചുകൊണ്ട് വന്ന ഫ്രഷ് മീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഫ്രഷ് മീനാണ്.
നെത്തോലിയുണ്ട്, ചെമ്മീനുണ്ട്. ഇത് തിരച്ചി, ഇത് 300 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് 400 രൂപയുടെ തിരച്ചി 300 രൂപ 350 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. എല്ലാം 100. വരാം വരാം, ഇപ്പോൾ വരാം. നെത്തോലിയെല്ലാം 50 രൂപയാണ് ഇവിടെ വില വരുന്നത്. നമ്മൾ പലയിടത്തും ചോദിച്ചു, 400-500 രൂപ പറഞ്ഞു. ആൻറ്റി നമുക്ക് 300 രൂപയ്ക്ക് സാധനം തന്നു. ചൂര, നല്ല ചൂടുള്ള ചൂര. ചേച്ചി 300 രൂപയ്ക്ക് ചൂര എന്നപ്പോൾ നമ്മൾ കടവ 200 രൂപയ്ക്ക് മേടിക്കുകയാണ്. വൻ ലാഭത്തിൽ നമ്മൾ മീൻ എടുത്തിട്ട്. എത്ര മണിയാകുമ്പോൾ തീരും അമ്മ കച്ചവടം എല്ലാം? പോകാൻ നേരത്തോട്ട് അവിടെ തീരുന്ന ഇവിടെ പോകില്ലെന്ന ആള് വന്നോണ്ടിരിക്കുവോ? ആള് വന്നോണ്ടിരിക്കും. ഇതിവിടെ ഉള്ളത് നമ്മൾ അവിടെ നിന്ന് വാശി ഇവിടെ വെച്ചിരിക്കും. നമ്മൾ 500 രൂപയ്ക്ക് കണവയും ചൂരയും വാങ്ങിയിട്ട് നല്ല ലാഭമാണ് കേട്ടോ. നല്ല ഇപ്പം വീട്ടിലോട്ടൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് വിൽക്കത്തില്ല. അതിനേക്കാളും എന്തുകൊണ്ടും നല്ല ലാഭമാണ്. വിഴിഞ്ഞത്ത് വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനും കിട്ടും. മീനിനെ പറ്റി അറിഞ്ഞുകൂടാ, എന്നാലും നമ്മൾ ആൻറ്റിയോട് ചോദിച്ച് വിൽക്കുന്ന ആൻറ്റിയോട് ചോദിച്ചാൽ നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത് നമ്മളെ ബ്രസീലിലെ റിയോ ഡി ജനീറോ, അതായത് നമ്മൾ ഫുട്ബോളിൽ മാത്രം ബ്രസീലിൻ്റെ കളികളിൽ വരുമ്പോൾ മാത്രം കാണാറുള്ള നമ്മുടെ ക്രൈസ്റ്റ് ദ റെഡീമർ എന്ന സ്റ്റാച്ചുവിൻ്റെ ചെറിയൊരു മിനിയേച്ചർ നമുക്ക് ഇവിടെ വിഴിഞ്ഞത്തെ പള്ളിയിൽ കാണാൻ പറ്റും. നമ്മളത് കാണിച്ചു തരാം. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഒരേ ഒരു മദർ പോർട്ടായ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് കറക്റ്റായി കാണാം. ആ ട്രെയിൻ വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇന്നലെ വന്ന ഷിപ്പിൽ നിന്ന് കണ്ടെയ്നറിൽ ഇറക്കുന്ന വീഡിയോ നമ്മളെ ഇത് വെച്ചിട്ട് നമ്മളെ ക്രെയിൻസ് വെച്ചിട്ട് അതാണ് ഈ വലിയൊരു സംഭവം. നല്ലളിയാ. പിന്നെ തീർച്ചയായിട്ടും അടിച്ചു കയറി വാ. അപ്പോൾ നമ്മൾ എൻ്റെ കിരീടം പാലം കാണിക്കാൻ പറഞ്ഞിട്ടൊരു വെള്ളായണി പാലം കാണിച്ച് പറ്റിച്ച കൂട്ടുകാരനാണ് ഇപ്പോൾ കൂടെ നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഫുള്ളായിട്ട് നമുക്ക് നമ്പാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കാണാൻ പറ്റും. സാറുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്താ കാഴ്ചകൾ കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ അപ്പുറത്ത് ഷിപ്പ് കിടക്കുന്നതാണ്. അതിൽ കണ്ടെയ്നറുകൾ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ടെയ്നർ നിറയ്ക്കണം, അതിന് എടുക്കുകയാണ്. അത് കണ്ടെയ്നർ ഇന്നലെ വന്ന ഷിപ്പിൻ്റെ കണ്ടെയ്നർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ട്രെയിൻ വഴി കണ്ടെയ്നർ ചെറിയ ചെറിയ ഷിപ്പിലോട്ടാക്കിയിട്ട് ഇവിടെ ശേഖരിച്ച് വെച്ചിട്ട് അത് ചെറിയൊരു ഷിപ്പിലോട്ടാക്കിയിട്ട് വേറെ ഒരു പോർട്ടിലോട്ട്. കണ്ടില്ലേ ഒരുപാട് ക്രെയിൻ ഉണ്ടല്ലേ. 1, 2, 3, 4, 6 ക്രെയിൻസ് ഉണ്ടെന്നായിരിക്കും. ഒരു 13,000 കണ്ടെയ്നേഴ്സ് ആ ഷിപ്പിലുണ്ട്. ഒരേ സമയം കാണണം. അതെ ട്രിവാൻഡ്രത്തുള്ളവരും അതേപോലെ പുറത്തുനിന്ന് വന്നിട്ടുള്ളവരാണെങ്കിലും മസ്റ്റായിട്ട് വന്ന് വാച്ച് ചെയ്യുന്ന സ്ഥലം തന്നെയാണ്. ഗൈസ്, മദർ പോർട്ട് നമ്മുടെ പുറകിൽ. സൂം ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഫ്രണ്ട് ക്യാമറ സൂമിങ് ഇല്ല. സോറി, ഐഫോൺ ചതിച്ചു ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് മീനൊക്കെ പിടിക്കും. ചേട്ടന്മാരും ഒക്കെ മീനൊക്കെ പിടിക്കും. ബോട്ട് വന്ന് നിൽക്കുന്ന സ്ഥലത്താണ്. KGF-ന് വേണ്ടിയിട്ട് പോവാം. അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് KGF-ന്റെ വണ്ടി. ഇവന്റെ നാട്ടില് സംഭവം ഇതില്ല, കടലില്ല, പത്തനംതിട്ടയാണ്, ആളേ ഇല്ല. അപ്പൊ അവൻ ഇത് കണ്ടത് അത്ഭുതം. കടലിന്റെ മുകളിൽ കൊടുക്കുന്ന പാലമാണോ അത്? ഇല്ല, ഇത് മരപ്പാലം.
പാലവും നല്ല നടപ്പാലും. ഗായ്സ് തൻ്റെ നമ്മുടെ ചേട്ടന്മാർ മീൻ പിടിക്കാൻ പോകുന്ന പല തെറ്റിയുണ്ട് ഗായ്സ്. അതിൻ്റെ ഉണ്ടാ ഇത് കണ്ടോ നിങ്ങൾ? അതായത് ഇന്നലെ നമ്മുടെ മദർഷിപ്പിന് വാട്ടർ സല്യൂട്ട് കൊടുത്ത ഉണ്ടോ ഗായ്സ് നിങ്ങൾ? അതൊക്കെ നല്ല മീനിൻ്റെ മണമാണ്. കവറിലാക്കി വെച്ചിരിക്കുന്നത് ഹിറ്റാണ്. ഗായ്സ് ഇന്നലെ നമ്മള് വാർത്തയിലൊക്കെ കണ്ടില്ലേ ഗായ്സ്? നമ്മൾ ഇന്നലെ വാർത്തയിലൊക്കെ കണ്ടില്ലേ? അതായത് ഈ നമ്മുടെ മദർഷിപ്പ് ഇന്നലെ വന്നപ്പോൾ ഫസ്റ്റ് ഷിപ്പ് വന്നപ്പോൾ അതിന് വാട്ടർ സല്യൂട്ട് കൊടുത്ത ഷിപ്പാണ് ഈ കിടക്കുന്നത്. ഇതാണ് ഇന്നലെ വാട്ടർ സല്യൂട്ട് കൊടുത്തത്. ബാക്കിൽ കണ്ട ആൻഡ്രൂസിന്റെ പെട്ടിയൊക്കെ വെച്ച് പട്ടി ഇന്നവനെ എന്തൊക്കെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ ടാറ്റ. ഞാൻ പാപ്പു, എന്നോടൊപ്പം എൻ്റെ കൂട്ടുകാരൻ കണ്ടേവൻ. ഓക്കെ ഓക്കെ ഇവിടെ നിന്ന് മാൻഡിയെ കാണാനില്ല. നമ്മൾ അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് കണ്ട് ഇത്ര മീൻ വാങ്ങിയിട്ടുണ്ട്. അവനവൻ്റെ അമ്മയ്ക്കുള്ള മീൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. നല്ല ലാഭമാണല്ലേ? നല്ല ലാഭം. അത്യാവശ്യം നല്ല ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പം തിരിക്കാം. വിഴിഞ്ഞത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം വരാം. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ സൈനിങ് ഓഫ്. ഓക്കെ.